ഭയങ്കര വിനീത് ആദ്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, ഇത് ത്രില്ലർ കൈൻഡ് ഓഫ് ഫിലിമാണ്, വെളിരാജ്യത്തിലുള്ള ഷൂട്ട്, അവിടെ നമുക്ക് ചലഞ്ച് ഉണ്ടായിരുന്നു. സോ ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ആൾക്കാർ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ടൈമും കൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ അപ്കമിങ് ഒരാളെ വെച്ചിട്ട് ഞങ്ങൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന്. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്. ദൈവം സാധിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വിദേശത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു കണ്ടെത്തുക, ആ ചെറിയ കുട്ടിയൊക്കെ? ഞങ്ങളെല്ലാം ഒരു 6-7 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. ഞങ്ങൾ ജോർജിൽ ഒരു 4-5 പ്രാവശ്യം പോയി. അപ്പം ഇത് ഒരു മാസം 2 മാസം തുടങ്ങിയ കാര്യമാണ്. ഇതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. ഒരു 1 ഇയർ പ്രോസസ്സിൽ ഒരു 4-5 പ്രാവശ്യം ആ രാജ്യത്ത് പോവുകയും അവിടെ ഇതേപോലെ സ്ക്രൂട്ടനൈസ് ലൊക്കേഷൻസ് ആയാലും ആർട്ടിസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിലാണ് നമ്മൾ ഷൂട്ടിന് തന്നെ പോയത്. എപ്പോഴും ഇന്റർവ്യൂസിലായാലും എല്ലാം വിനീതേന്റെ കൂടെ മാത്രമേ കാണാറുള്ളൂ. വിനീതേന്റെ പടങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിനീതിൻ്റെ കൂടെ ഒരു പടം ചെയ്യണം. കാരണം ഞങ്ങൾ തമ്മിലൊരു ബോണ്ടുണ്ട്, സിങ്ക് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം വിനീത് ഇങ്ങനെ എൻ്റെ അടുത്താണ് ഈ പ്രാവശ്യം ആവശ്യപ്പെട്ടത്. നോബിളുടെ സ്റ്റോറി കേട്ടപ്പം നിനക്ക് ഈ പടം എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഈ പടത്തിൽ അറിയാമല്ലോ, ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിനീത് അത് എന്നെ വിശ്വസിപ്പിച്ചു. അതേപോലെ വിനീത് കൂടെ പങ്കാളിയാണ് പ്രൊഡക്ഷനിലും കൂടെ.